അനുസ്മരണം ഹറാമാണ്, അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പിരിവിന് പോയപ്പോൾ അത്ര ചെറുതല്ലാത്ത സാമാന്യം വിവരവും വിവേകവും വിദ്യാഭ്യാസവുമൊക്കെയുള്ള ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാരനായ അദ്ദേഹം പറഞ്ഞ ഒരു വിശദീകരണമാണ്. സത്യത്തിൽ ഈ പറയുന്ന വിശദീകരണം അത് ചിലപ്പോൾ പലരോടും പറയാൻ സാധ്യതയുള്ളതുകൊണ്ടും പലരും അത് പല രൂപത്തിൽ പലയിടങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ളതുകൊണ്ടും വളരെ ദേശീയ പ്രാധാന്യവും ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വ പ്രാധാന്യവും അർഹിക്കുന്ന വിഷയമായതുകൊണ്ടുകൂടിയാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് തീരുമാനിച്ചത്. അനുസ്മരിക്കപ്പെടുന്നതും ഹറാമാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഞാൻ പലപ്പോഴും ഈ സുന്നി മുജാഹിദ് പ്രസ്ഥാനങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് പറയാറുള്ളൊരു സംഗതിയുണ്ട്. ഈ സുന്നി പ്രസ്ഥാനത്തിൽ എല്ലാവരും ഒരുപാട് ബിദ്അത്തും അതും ഒക്കെ ആയിട്ട് ആരോപിക്കപ്പെടുന്നതുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ കച്ചവടവും അതുമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു പ്രത്യേകത, അവിടെ വിശക്കുന്നവർക്ക് ചിലപ്പോൾ ഭക്ഷണമുണ്ട്, ഈ സംഗീതവും പാട്ടും ഇഷ്ടപ്പെടുന്നവരൊരു ബെയ്ത്തും കൈകൊട്ടിപ്പാട്ടും ഒക്കെ ഉണ്ട്, ഖുർആൻ ഓതുന്നവന് അതിനനുസരിച്ചുള്ള ഓതലുണ്ട്, ദിക്ർ ചെല്ലേണ്ടവന് അതിനനുസരിച്ചുള്ള ദിക്ർ ഉണ്ട്, യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നവനെ പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറ്റി ഭീമാ പള്ളിയിലോ അങ്ങനെയുള്ള പള്ളിയിലോ കൊണ്ടുപോകുന്ന യാത്രകളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സെറ്റ് ഓഫ് കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ പള്ളികളിലുള്ള മക്ബറകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് മഹാനായ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് അതുമായി ചില ബന്ധിപ്പിക്കലുകളുണ്ട്. ഇതിനെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ അതിൻ്റെ അടുത്ത് കച്ചവടം, അതിൽ നിന്നെന്തെങ്കിലും ലാഭം, അതിനെ അള്ളാഹുവായിട്ട് തുല്യപ്പെടുത്തൽ തുടങ്ങിയ ചില മേഖലകളിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ചില ഗുണങ്ങളുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ താല്പര്യങ്ങളെല്ലാം ഉള്ളവരെ ആ താല്പര്യങ്ങൾക്കെല്ലാം അകത്ത് ഉൾക്കൊള്ളാൻ കഴിയുക. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ തന്നെ സാധാരണ കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ ആ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബോധത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. നീ ഇന്ന ഉപ്പുപ്പാടെ മകനാണ്, നീ കുന്നേലെ മൈദീൻ കുഞ്ഞ് എന്ന് പറയുന്ന ഉപ്പുപ്പയുടെ മകനാണ്, ആ ഓർമ്മ നിനക്കുണ്ടാവണം എന്ന് പറയുന്നത് ചില മക്കൾക്കുണ്ടാകുന്ന ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നാൽ പിന്നെ മയക്കുമരുന്നിനോ മറ്റെന്തെങ്കിലും പ്രേരണകൾക്കോ അവരെ ചലിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ഇന്ന വീട്ടിലെ, ഇന്ന കുടുംബത്തിലെ, ഇന്ന വിശ്വാസത്തിലെ എന്നൊക്കെ പറയുന്ന ചില അടയാളങ്ങൾ വെച്ച് അത്തരം ചില സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ മറുവശത്ത് നമ്മൾ ഈ മുജാഹിദ് സംഗതികളുമായി സമീപിക്കുമ്പോൾ കുറേ പേർക്ക് അത് ബോധ്യമുണ്ട്. ഞാനിന്ന് രാവിലെ അതേ മുജാഹിദ് ഇതിൽപ്പെടുന്ന തന്നെ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ, വെറും നിസ്സാരമായ കാര്യങ്ങൾ നമ്മുടെ താല്പര്യത്തിന് രുചിക്കത്തില്ലെങ്കിൽ പിന്നെ അതിനെ വീട്ടിനകത്തുനിന്നൊരു വാളെടുത്തുകൊണ്ട് വന്ന് വെട്ടിയാൻ കളയുക, അത് ദീനിലില്ലാത്തയാണെന്നും പറഞ്ഞൊരു സാധനം അങ്ങ് വെട്ടിയിറക്കുക. ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിലൊരാൾ വാതിൽ വന്ന് ബെല്ലടിച്ചൊരു സദക്കയ്ക്ക് വന്നതാണ്. നമ്മളെന്ത് വേണം? നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10-20 രൂപ കൊടുക്കണം, അയാളെ പറഞ്ഞു വിടണം. അതിന് പകരം ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നതിന് പകരം ഭിക്ഷ ഹറാമാണ്, ഇത് ഹറാമായ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ഇതുവഴി ഈ സമൂഹത്തിലുണ്ടാകുന്ന ചിന്തകൾ, ഈ കുട്ടി ബാലവേല ചെയ്ത് സ്കൂളിൽ പോകാതെ വരുന്നത് ഞാൻ ഈ കാശ് കൊടുക്കുന്നത് കൊണ്ടാവുമെങ്കിൽ എന്നെ അള്ളാഹു ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞൊരു ന്യായം പറഞ്ഞാൽ 20 രൂപ കൊടുക്കാതെ പോക്കറ്റിൽ തന്നെ ഇരിക്കും. മനസ്സിൽ സ്വയം തോന്നുകയും ചെയ്യാം, എങ്ങനെ ഞാൻ ദീൻ അനുസരിച്ചായി 20 രൂപ കൊടുക്കാതിരുന്നതെന്ന്. അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളങ്ങ് കൊടുത്തേക്കുക, അതിന് വേറെ സംഗതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അനുസ്മരണത്തിലേക്ക് വരാം. അനുസ്മരണത്തെക്കുറിച്ച് അങ്ങനെ ഒരു സംഗതി ദീനിൽ ഒരു കാരണവശാലും അങ്ങനെ ഇല്ലാത്തൊരു സംഗതിയാണ്. എന്തെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഈ അനുസ്മരണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ദീനുമായി അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അതും ഒരു സഹോദരൻ അയച്ചു തന്നതാണ്. ഞാൻ വായിക്കാം. അനുസ്മരണം ഖുർആനിൽ പ്രവാചകന്മാരെ അനുസ്മരിക്കാൻ, ഓർക്കാൻ അള്ളാഹു കൽപ്പിക്കുന്ന നിരവധിയായ വചനങ്ങളുണ്ട്. ഇത് കേവലം അവരുടെ കഥകൾ പറയലല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ക്ഷമ, സമർപ്പണം, പ്രാർത്ഥന എന്നിവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കൂടിയുള്ളതാണ്. സൂറത്ത് മറിയമിൽ സൂറത്ത് 19 പല പ്രവാചകന്മാരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരെ ഓർക്കുക എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയെക്കുറിച്ച്, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെക്കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനുസ്മരിക്കുന്നത് നല്ലതാണെന്നാണ്, ശരിയാണെന്നാണ് ഇതേ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഇത് ദീനിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും സമൂഹത്തിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്ന മുസ്ലിം നേതാക്കളും മതസാമൂഹിക സാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ട മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ആവർത്തിച്ച് ഓർക്കപ്പെടുന്നതിലൂടെ സമൂഹത്തിൻ്റെ ആ മൂല്യങ്ങൾ ആവർത്തിച്ചോർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഹറാമായതുകൊണ്ട് അനുസ്മരിക്കലേ വേണ്ട. ശ്മശാന മൂകത, ചരിത്രപരമായ ശ്മശാന മൂകത, അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വന്ന ഒരു സമൂഹം കൂടിയാണെന്ന് അസ്തിത്വപ്രംശം നേരിടുന്ന മുസ്ലിം സമൂഹം. എന്താണ് നിങ്ങളുടെ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിലെന്ന് മറ്റൊരാൾ വിരൽ ചൂണ്ടി ചോദിക്കേണ്ടി വന്നതെന്താ? അതിൽ പങ്കെടുത്ത
ധീരദേശാഭിമാനികളായ പോരാളികളെ, മുഹമ്മദ് അലിയെപ്പോലെ, ഷൗക്കത്ത് അലിയെപ്പോലെയുള്ള ആളുകളെ ഒന്നും അനുസ്മരിച്ചുകൂടാ, അതൊന്നും നമ്മൾ പറഞ്ഞുകൂടാ, അതൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് നമ്മൾ അവരെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന സമൂഹത്തോട് പറയുന്നത്, ആവർത്തിച്ചാവർത്തിച്ച് അനുസ്മരിക്കപ്പെടണം. നമ്മുടെ സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട മനുഷ്യരെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചിലപ്പോൾ എവിടെയെങ്കിലും പിരിവിന് പോകുമ്പോൾ അത് തരാതിരിക്കാൻ വേണ്ടി അവരത് ഹറാമാണെന്ന് പറഞ്ഞാലും അതിനപ്പുറത്ത് വേറെ തരുന്നവരുണ്ടാവും, അവരെ വെച്ച് പരിപാടി നടത്താം. പക്ഷേ ഇത് ആവർത്തിച്ച് അനുസ്മരിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാടും ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയതും. ഈ നമ്മുടെ മുസ്ലിം സംഘടനകളും അല്ലാത്ത സംഘടനകളും ആളെത്ര കുറഞ്ഞാലും ഇത്തരം അനുസ്മരണ സംഗതികൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇന്ന് ആൾ കുറയുന്ന ഒരു പ്രശ്നമല്ലല്ലോ. വെന്യൂവിൽ ആൾ കുറഞ്ഞാലും സാമൂഹ്യ മാധ്യമത്തിൽ നിറയെ ആളുകളുണ്ട്. നല്ല പ്രഭാഷകരെ വിളിച്ചുകൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിച്ച് ഈ സാമൂഹ്യ മാധ്യമത്തിലേക്കിത് നിക്ഷേപിച്ചാൽ മതിയാവുന്നതാണ്. അവിടെ അത് വളർന്നുള്ളൂ, നിലനിന്നുള്ളൂ.